എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ണൊക്കെ എഴുതി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് പോയി. ഞാൻ വിചാരിച്ച് ഞാൻ ഇച്ചിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇമോഷണലി കൺട്രോൾ ഇല്ലാത്ത പ്രശ്നമാണോ, പക്ഷെ എൻ്റെ അടുത്തിരുന്ന് അപ്പുറത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, അപ്പം ഒരാളുടെ ട്രൂ സ്റ്റോറിയാണ്, ഒരാൾ അനുഭവിച്ചത് അതൊക്കെ. ഇതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പം ഓവറായിട്ട് സിനിമാറ്റിക് കാര്യങ്ങളല്ല. ബുക്കൊക്കെ വായിച്ചവർക്ക് അറിയാം, പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ കേട്ടവർക്ക് അറിയാം. പക്ഷേ ഈ സിനിമ കാണുന്നതിന് മുന്നേ ഇൻ്റർവ്യൂ കേൾക്കുമ്പോഴൊന്നും നമുക്ക് അത്രയും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ എന്തോരം സുഖത്തിലും സൗകര്യത്തിലായിരിക്കും ഇപ്പോൾ ജീവിക്കേണ്ടാവുക. സീരിയസ്ലി ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില പോലും ആ സിനിമ ആണെന്ന് മനസ്സിലാവില്ലേ? അത്രേ ഉള്ളൂ. എന്താ പറയുക, ഒരു സംവിധായകൻ്റെ അങ്ങേയറ്റം, ഒരു നടൻ്റെ അങ്ങേയറ്റം, അതിലുള്ള എല്ലാവരും, മ്യൂസിക്കൊക്കെ, പിന്നെന്താ പറയണ്ടേ, ആ ദൃശ്യം എല്ലാം നമ്മളല്ലെങ്കിലും അണ്ടറടിച്ചിരുന്നില്ല. എനിക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് തീർന്ന പോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. നമുക്ക് ബ്ലസ്സി സാറിൻ്റെ പടമാകുമ്പോൾ ചിലപ്പോൾ ലാഗൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, പക്ഷെ അതൊന്നുമില്ല. ഭയങ്കര സന്തോഷം. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല കേട്ടോ, പേഴ്സണലി ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. പിന്നെ ഈ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പിന്നെ ബുക്ക് വായിച്ച് കൺവേർട്ട് ആക്കണ്ടെന്ന് വെച്ചിട്ട് സിനിമ കാണാൻ വെയിറ്റ് ചെയ്യായിരുന്നു, അത് ആ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ പോലും ഞാനിതൊന്നും അറിയാത്ത സിനിമ കണ്ട ഒരാളാണ്. പുള്ളിക്ക് അത് എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റണമെങ്കിൽ അതല്ലേ ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഹക്കീമിൻ്റെ സീനിലൊക്കെ ബുക്ക് വായിച്ചവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹക്കീമിൻ്റെ സംഭവമൊക്കെ. പക്ഷെ ഞാനത് കണ്ടപ്പോൾ ഒരു മനുഷ്യനല്ലേ ഇതൊക്കെ അനുഭവിക്കണേ. എല്ലാ സുഖത്തിലും നമ്മളൊക്കെ വീട് മാറി നിൽക്കുന്നവരാണ്, വീട്ടുകാരെ മിസ് ചെയ്യാറുണ്ട്, അതൊക്കെ സിമ്പിൾ മിസ്സിങ്. ഇങ്ങനെ ഒന്നും സ്ട്രഗിൾ ഇല്ല. പക്ഷെ ഒരു നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഭയങ്കര മാനസിക വിഭ്രാന്തിയാണ്. അവരൊക്കെ അനുഭവിച്ചതിൻ്റെ ഞാൻ ഓരോ സെക്കൻഡും ഇല്ലേ അവരായിട്ട് ചിന്തിക്കുമ്പോണ്ടല്ലോ നമുക്ക് പറ്റുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും നേരം കരഞ്ഞതും ഒക്കെ ആയത്. അത്രേ ഉള്ളൂ. ഞാൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണീരാണ് എനിക്ക് പറയാനുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ടച്ച് ചെയ്ത സാധനം, നമുക്ക് ഹൃദയത്തിൽ തൊട്ടല്ലേ വിഷമം വരുള്ളൂ. അത്രേ ഉള്ളൂ, ഹൃദയത്തിൽ തൊട്ടു. താങ്ക് യു. ട്രെയിലർ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും അല്ല, അതൊക്കെ ചെറുത്. അതെന്നെ കണ്ട് ഫീൽ ചെയ്ത് നമുക്ക് ഇതൊക്കെ ഭയങ്കര വലുതാ. കാരണം അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇരുന്ന് കരയായിരുന്നു പല സീൻസിലും. കാരണം ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഞാൻ കരയും എന്നുള്ളത്. കാരണം നോവൽ വായിച്ചിട്ട് 2 തവണ വായിച്ചിട്ട് 2 തവണയും കരഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇത് എന്തായാലും ഫീൽ ചെയ്യുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ കരുതിയതിനൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു അതിലത്തെ പല സീൻസും. പൃഥ്വിരാജ് എടുത്ത എഫേർട്ടാണ് എടുത്തു പറയേണ്ടത്. ആ ക്രൂ മൊത്തത്തിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പുള്ളിയുടെ ആ ഒരു ബോഡിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അത് അവിടെ ഡയലോഗിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല. ആ ഒരു എക്സ്പ്രഷൻസ്, ആ ബോഡി ലാംഗ്വേജ്, ആ ഒരു പുള്ളിയുടെ ആ ഒരു ലുക്ക്, അത് മാത്രം മതി. ആ നജീബ് എന്ന വ്യക്തി എത്രത്തോളം കഷ്ടപ്പാടോടെ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവാൻ. അപ്പൊ എല്ലാവരും ഒരിക്കലും നോവൽ വായിച്ചതിന്റെ പേരിൽ ആരും തിയേറ്ററിൽ വന്ന് കാണാതിരിക്കരുത്. കാരണം തിയേറ്ററിൽ വന്ന് കണ്ടറിയേണ്ടതാണ്. കേട്ടറിഞ്ഞതിനേക്കാളും വായിച്ചറിഞ്ഞതിനേക്കാളും കൂടുതൽ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് നജീബിന്റെ ലൈഫ്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. വായിച്ചല്ലോ, അപ്പൊ ആ നോവലില് വായിച്ചതിൽ ഏതെങ്കിലും ഒരു സീനും കൂടെ സിനിമയിൽ വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചായിരുന്നു? അല്ല, അങ്ങനല്ല. നമുക്ക് ഒരിക്കലും നോവല് മുഴുവനായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ ചില മാറ്റങ്ങൾ ഓൾറെഡി നമുക്ക് നോവൽ വായിച്ചവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചില മാറ്റങ്ങൾ സിനിമയ്ക്ക് വേണ്ടതായിട്ടും വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നിരാശപ്പെടുത്തില്ല നോവൽ വായിച്ചില്ല. അങ്ങനെ നോവല് മൊത്തം നമുക്ക് എല്ലാം ആഗ്രഹിക്കുന്നതല്ല. അപ്പൊ ഒരിക്കലും ഒരു സീനായിട്ട് എടുത്തു പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ നമ്മളെ നജീബിന്റെ ലൈഫ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്ക് ചെറിയൊരു പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് ആവും. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തായിരുന്നു എന്ന് ഒരു തോന്നല് പേഴ്സണലി വരും. അത് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് അല്ല. നമ്മൾ അത്രയും ആ നജീബിനെ നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നും നോവൽ വായിച്ചവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കൂടുതലേ ഉണ്ടാവുള്ളൂ കണ്ട് അറിയുമ്പോൾ. അതുപോലെ തന്നെ ഈ സിനിമയിൽ പലവട്ടവും നമുക്കത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു, ഇങ്ങനെ ഒരു സിനിമയിൽ എത്തണമെന്നും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്നും. അപ്പോൾ അത് എന്തൊക്കെയോ ബ്ലെസ്സിങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിലേക്ക് വന്നു. ഞാൻ എൻ്റെ മാക്സിമം ആ സമയത്ത് 22-ാം വയസ്സ് വരെ ചെയ്തതിൽ എൻ്റെ മാക്സിമം ഞാനത് അതിൽ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്താവും എന്നുള്ളത്. നമ്മുടെ വർക്ക് ചെയ്തു. ഈ ബാക്കിയൊക്കെ എന്താ പറയുക, നമ്മുടെ കയ്യിലല്ലല്ലോ. ബാക്കിയൊക്കെ ഇനി ആളുകൾ കണ്ട് അഭിപ്രായങ്ങളായി
അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ ആണ്. അപ്പോൾ അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇനി നിങ്ങളൊക്കെ പറയാ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. 16 വർഷത്തെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് സ്ക്രീനിൽ അതേപടി പ്രേക്ഷകരുടെ കടപ്പ ഫീലിംഗ് കിട്ടി. പ്രേക്ഷകരായിട്ട് ഒരു ഓഡിയൻസ് ആയിട്ട് ഫീലിംഗ് കിട്ടി. ഓഫ് കോഴ്സ്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഡബിങ്ങിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നത്. ഡബിങ്ങിന്റെ സമയത്ത് ആക്ച്വലി മ്യൂസിക് ഒന്നും ഇല്ലായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ മ്യൂസിക് ഒക്കെ വന്ന് അത് റഹ്മാൻ സാറിന് മ്യൂസിക് ഒക്കെ വേറെ രീതിയിൽ ഓൾറെഡി എലവേറ്റ് ആയിട്ടുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓൾറെഡി എലവേറ്റ് ആയിട്ടുള്ളൊരു സിനിമ അത് റഹ്മാൻ സാറിന്റെ മ്യൂസിക് കൂടി വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു മാജിക് പോലെ ആണ് ഫീൽ ചെയ്തത്. സോ മയസ്ട്രോ റഹ്മാൻ സാർ ആൻഡ് എല്ലാവരും ബ്ലസ്സി സാറും രാജുവേട്ടനായാലും ഇപ്പോൾ ജിമിച്ചായനായാലും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം കഥ എഴുതിയ ബെന്യാമിൻ സാറായാലും നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ടാവും. നമ്മളെ വികാരങ്ങൾ ഇങ്ങനെ മാറി മറിയുന്ന ഒരു വികാരങ്ങൾ ഉണ്ടാവും. അതേ ഒരു വികാരം എന്നെ സംബന്ധിച്ചൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ കുഡോസ് ടു ബ്ലസ്സി ദ ഫിലിം മേക്കർ, ദ മയസ്ട്രോ ഫിലിം മേക്കർ. പ്രേക്ഷകരോട് നിങ്ങൾ സിനിമ കാണൂ, സിനിമ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഞങ്ങളുടെ ഹാർഡ് വർക്കും എല്ലാം അവിടെ മാറ്റി വെക്കട്ടെ, നിങ്ങളത് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. കൊള്ളാം, ടച്ചിങ് ആയിട്ട് നല്ല എടുത്തിട്ടുണ്ട്. നല്ല പടം, സൂപ്പർ പടം.